പറഞ്ഞിരിക്കുന്ന ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാഷ്, ഗോൾഡ് എല്ലാം മേടിച്ചതിന് ശേഷം ഭാര്യ ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്തു. പക്ഷേ ഈ മീഡിയേഷനിൽ സെറ്റിൽ ചെയ്ത് എല്ലാ ബെനിഫിറ്റ്സും മേടിച്ചതിന് ശേഷം ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവോഴ്സ് നിലനിൽക്കുമോ അല്ലെങ്കിൽ കോടതിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നതായിരുന്നു ചോദ്യം. സുപ്രീം കോടതി ഇടപെട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വന്ന ഒരു ഡിസിഷനാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി കോടതിയിൽ അഡ്വക്കേറ്റ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഡിസിഷനാണ്. അതാണ് ഇന്നത്തെ ലീഗൽ അവയർനെസ്സിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ശരിക്കും മ്യൂച്വൽ ഡിവോഴ്സ് കേസുകളിൽ കൺസെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് കോടതിയുടെ ഒരു മീഡിയേഷൻ വഴിയിട്ടാണ് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് വരുവാണെങ്കിൽ ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? അതായിരുന്നു നമ്മൾ കോടതിയിൽ വന്ന കോടതിയുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ കേസിൽ കോടതിയിൽ വന്ന മീഡിയേഷൻ, കോർട്ട് മീഡിയേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. കോടതിയിൽ വരുന്ന സമയത്ത് നമ്മൾ കോടതി തന്നെ മീഡിയേഷനിലേക്ക് വരും. കോടതിയുടെ ഒരു മീഡിയേഷൻ ഉണ്ടാവും, മീഡിയേഷൻ സെൻറ്ററിൽ മീഡിയേറ്ററിന് മുമ്പ്. അങ്ങനെ ഈ കേസും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കേസും മീഡിയേഷനിൽ സെറ്റിലായതാണ്. സെറ്റിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഇത്ര രൂപ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റ്, കുറേ കോടികളുടെ സെറ്റിൽമെൻറ്റ് ഉണ്ട്. ഈ സെറ്റിൽമെൻറ്റ് എല്ലാം വാങ്ങുന്നു. അതേപോലെ ഭാര്യയും ഭർത്താവും കൂടെ മ്യൂച്വൽ ഡിവോഴ്സിന് എഗ്രി ചെയ്തിട്ട് ആ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ബെനിഫിറ്റ്സും മേടിച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാഷ്, ഗോൾഡ് എല്ലാം മേടിച്ചതിന് ശേഷം ഭാര്യ ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്തു. അപ്പോൾ സാധാരണ രവിയിൽ എന്താ, മ്യൂച്വൽ ഡിവോഴ്സ് കേസുകളിൽ കൺസെൻറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് നിലനിൽക്കില്ല. മ്യൂച്വൽ ഡിവോഴ്സ് വന്നിട്ട് ആ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഈ മീഡിയേഷനിൽ സെറ്റിൽ ചെയ്ത് എല്ലാ ബെനിഫിറ്റ്സും മേടിച്ചതിന് ശേഷം ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവോഴ്സ് നിലനിൽക്കുമോ അല്ലെങ്കിൽ കോടതിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നതായിരുന്നു ചോദ്യം. അങ്ങനെ സുപ്രീം കോടതി വന്ന് 142 പ്രകാരം, അതായത് സുപ്രീം കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെൻറ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഡിവോഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓണസ്റ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയേഷൻ എഗ്രിമെൻറ്റ് വരുന്ന സമയത്ത് അത് വെറും ഒരു കൺസെൻറ്റ് അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പര സൗഹാർദ്ദത്തോടെ പിരിയുന്ന ഒരു കാര്യം മാത്രമല്ല, അതിനകത്ത് ഒരു കോർട്ട് എഗ്രിമെൻ്റ് ആണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ എഗ്രിമെൻറ്റ്, മീഡിയേഷൻ എഗ്രിമെൻറ്റ് റെഡിയാക്കുമ്പോൾ അതൊരു ഫ്രോഡ് ആവാൻ പാടില്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല, അതായത് മാനിപ്പുലേറ്റ് ചെയ്ത് പറ്റിച്ച ഒരു എഗ്രിമെൻറ്റിലാക്കാൻ പാടില്ല. ഫ്രീ കൺസെൻറ്റോടുകൂടി എല്ലാം മനസ്സിലാക്കി എല്ലാ ബെനിഫിറ്റും സ്വീകരിച്ചിട്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോകുന്നു. എന്നിട്ട് അതിൽ നിന്ന് കൺസെൻറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു ഫൈനൽ സെറ്റിൽമെൻ്റ് ആണ്, ഫൈനൽ എഗ്രിമെൻ്റ് ആണ്. വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും കോടതിക്ക് അതിന് ഡിവോഴ്സ് അനുവദിച്ച് കൊടുക്കാം എന്നതാണ് വിധി. സാധാരണ എപ്പോഴും പറയാറില്ലേ, മ്യൂച്വൽ ഡിവോഴ്സ് കൺസെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഒരാൾ കൺസെൻറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഡിവോഴ്സ് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യും എന്നതാണ് പൊതുവിലുള്ളൊരു നിയമം. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് കോടതിയിൽ വഴി മീഡിയേഷൻ വഴി നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ്. ആ ഫയൽ ചെയ്ത് കഴിയുന്ന സമയത്ത് കോടതി നോക്കുമ്പോൾ എല്ലാം മേടിക്കുന്നുണ്ട്. ഗോൾഡ് കൊടുത്തിട്ടുണ്ട്, ക്യാഷ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യത്തിലും സെറ്റിൽമെൻറ്റായി. എന്നിട്ട് എല്ലാ ബെനിഫിറ്റ്സും മേടിച്ചതിന് ശേഷം വന്നിട്ട് വൈഫിന് അല്ലെങ്കിൽ ഭർത്താവിന് അതിൽ നിന്ന് കൺസെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതൊരു കോർട്ട് സെറ്റിൽമെൻ്റ് ആണ്. അവിടെ വന്നിട്ട് കോടതി എന്താ പറയുക, ചേഞ്ച് ഓഫ് മൈൻഡിനെ ലോ എപ്പോഴും അനുവദിക്കും. ആൾക്കാർക്ക് സ്വഭാവങ്ങൾ അല്ല മനുഷ്യന്മാരെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പർപ്പസ്ഫുള്ളായിട്ട് ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കൺസെൻറ്റ് കൊടുത്ത് അതെല്ലാ സാധനം ബെനിഫിറ്റ് എല്ലാം മേടിച്ചിട്ട് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ അനുവദിക്കില്ല എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി.